ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കക്കറൊട്ടി, ഈ തലശ്ശേരി വടകര കേരളത്തെല്ലാം പറയും കക്കറൊട്ടി, അല്ലെങ്കിൽ ആനപ്പത്തിരി, പിന്നെ കുഴിപ്പത്തിരി, ഇങ്ങനെ അത് ഉണ്ടാക്കുന്നത് കാണിച്ചത് തന്നെ. അതിന് 2 സവോള, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് മല്ലി കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. കുക്കറിൽ ലേശ എണ്ണ ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ആട്ടിറച്ചിയിലാണ്. ഇത് കുടലിലും ചെയ്യും, ബീഫിൽ ചെയ്യും, ആട്ടിറച്ചിയിൽ ചെയ്യാം. അങ്ങനെ പിന്നെ എണ്ണ ലേശം ഒഴിച്ചിട്ട് അതിൽ സവാള ഇട്ട് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്, പിന്നെ ആ തക്കാളിയും പച്ചമുളകും അതെല്ലാം മുറിച്ച് അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തേക്ക്. വഴറ്റിയതിൻ്റെ ശേഷം കഴുകി വെച്ച ഈ ഇറച്ചിയും, പിന്നെ അതിന് വേണ്ടിയ മസാലകൾ, അതായത് 2 സ്പൂണിൽ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1-1.5 ഇട്ടാൽ മതി. കാരണം പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്, എരിവ് ജാസ്തി ആവണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ഉപ്പ് ഒരു 2 സ്പൂണ്, പിന്നെ മട്ടൻ മസാല, അത് ഞാൻ ശക്തി മസാല, നിങ്ങളുടെ അടുത്ത് എന്തുണ്ടോ അത് ഇട്ടോളി. ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇടണമെന്ന് ആവശ്യമില്ല, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ പട്ട ഗ്രാമ്പു പൊടി എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് നല്ലോണം മിക്സായതിൻ്റെ ശേഷം പിന്നെ വെള്ളം ഒഴിച്ചു ഒരു 2 ഗ്ലാസ്. അതായത് ഇത് മുങ്ങുന്ന അത്ര ജാസ്തിന്ന് പറഞ്ഞാൽ കുറച്ച് വേണം, നമുക്ക് ഇറച്ചി വേകണമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് 4-5 വിസിലും ഇട്ടേക്ക്. പിന്നെ ഇത് കുറച്ച് തേങ്ങയും വലിയ ജീരകമല്ലേ, സോമ്പ് പറയില്ല, അതും ഇട്ടിട്ട് ഒന്ന് നൈസായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് ഈ വെന്ത് ഇറച്ചി ഇത് ഗ്രേവിയില്ല അതിലേക്ക് ഒഴിച്ച്. ഓക്കെ, ഇപ്പോൾ ഇത് ഇറച്ചി വെന്ത് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്നപ്പോൾ വേഗം വെന്ത്. ആട്ടിറച്ചി ആയതുകൊണ്ട് വേഗം വേകും. ബീഫാണെങ്കിൽ ഒരു 5-6 വിസിലിടണം, പിന്നെ ചെറുതായിട്ടും വിടണം നിങ്ങൾ. ഇത് ആട്ടിറച്ചി ആയതുകൊണ്ടിട്ട് വേഗം വെന്ത് കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് അരിപ്പൊടിയിലേക്ക് ചേർത്തിൻ്റെ സാധനങ്ങളാണ്. തേങ്ങ, കുറച്ച് ജീരകം, വലിയ ജീരകം ചെറിയ ജീരകം 2 ഇട്ടോളി, പിന്നെ ഉള്ളി, അതായത് സവാള, പിന്നെ കുറച്ച് ചോറ്. ഇപ്പോൾ എല്ലാവരും സാധാരണ അവരെല്ലാം ഉണ്ടാക്കുന്നത് പണ്ട് അരി വന്നിട്ട് പുഴുങ്ങലരി പോത്തിയിട്ടെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അരിപ്പൊടിയിൽ ചെയ്യുന്നത് കൊണ്ടിട്ട് കുറച്ച് ഉച്ചക്ക് വെച്ച് ചോറുണ്ടെങ്കിൽ ഒരു പിടി ചോറ് അതിലിട്ടാൽ മതി. എന്നിട്ടൊന്ന് മിക്സി നല്ല നൈസായിട്ട് അരച്ചേക്ക്. ഭയങ്കര നൈസല്ല, ഒരുമാതിരി. ഓക്കെ, അരച്ചതിൻ്റെ ശേഷം അതിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടുക. ഈ അരച്ച ഇത് വന്നിട്ട് വെള്ളം കുറച്ച് പതപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് അതും വെച്ചോ. സപ്പോസ് വെള്ളം വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ ഈ ഉള്ളിൻ്റെ സവാളൻ്റെ നനവ് ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ അരിപ്പൊടി ഇട്ടാലും മതി. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒഴിക്കണ്ട. ഇപ്പോൾ ഇത് എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒരു ലൈക്ക് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടേക്കോട്ടെ. ഇതിപ്പോൾ വാഴ ഇല ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എണ്ണ പുരട്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളടുത്ത് ഇഡ്ഡലി പാത്രമോ വേറെ എന്താണ്ട് അങ്ങനത്തെ ഒരു പ്ലേറ്റ് ഉണ്ടാവില്ലേ, ഇടിയാപ്പം ചെയ്യുന്നത്, നൂൽപുട്ടെല്ലാം ഉണ്ടാക്കുന്ന പ്ലേറ്റുകൾ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും തടയി കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ചെറിയ ഉരുട്ടുണ്ടാക്കി കുഴിപ്പത്തിരി ഇങ്ങനെ ചെയ്യണം. ഒരു കൈമ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിക്കോ, വെളിച്ചെണ്ണ ഓയിൽ എന്താണ്ട് അത് പുരട്ടിയിട്ട് ഇതുപോലെ ഒരു പ്രസ് ചെയ്താൽ മതി. ഒരു വിരലുകൊണ്ട് ഒരു അമത്തിയാൽ പണി കഴിഞ്ഞ്. ചെറുതായിട്ട് ഭയങ്കര വലിയ സൈസിൽ ചെയ്താൽ മസാല പിടിക്കില്ല, നന്നായിട്ടുണ്ടെങ്കിൽ. ചെറുതാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ആ ഇറച്ചി ചാറ്റിൽ കറിയിൽ ഇതിട്ട് കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുഴിപ്പത്തിരിന്ന് പറയും, ആനപ്പത്തിരി പറയും, കക്കറൊട്ടി. പണ്ട് തലശ്ശേരിയിലെല്ലാം കക്കറൊട്ടീന്നാണ് പറയുക ഇതിന്. പണ്ട് കാലത്തെല്ലാം ചെയ്യലുണ്ട്. ഇപ്പോൾ ചിലവരെല്ലാം ചെയ്യുന്നുണ്ട്, സ്ഥിരം ചെയ്യുന്നവരുണ്ട്. നോമ്പിനെല്ലാം ചിലവർ ചെയ്യും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ കൈമ എണ്ണ പുരട്ടിയിട്ട്, ഉള്ളം കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ഒരു കുഴി അങ്ങനെ ഒരു വിരലുകൊണ്ട് ഒരു പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കുളിയ പോലെ ഉണ്ടാവും കാണാൻ. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം എന്നിട്ട്
അതിങ്ങനെ എല്ലാം നമ്മളിതുപോലെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കുഴച്ച മാവ് ഫുള്ള് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. ഇപ്പം ഞാൻ വെച്ചത് വന്നിട്ട് ഒരു അരിപ്പ പോലത്തെ ഈ എന്താ പറയുക കണ്ണീൻ്റെ പാത്രമാണ്. അതിൽ വാഴയില വെച്ചിട്ട് വെച്ചിക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ പ്ലേറ്റ്സ് അങ്ങനെ വെക്കുന്നത് നിങ്ങൾ സാധാരണ ഇപ്പോൾ ഓരോന്ന് ഉണ്ട അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ വേവിക്കില്ല നമ്മൾ, അതുപോലത്തെ ഇതാണ്. ഇപ്പോൾ വെന്ത് കഴിഞ്ഞു കേട്ടോ. എന്താ പൊട്ടിച്ചേരം കണ്ട വെന്തക്ക്. ഇപ്പോൾ ഈ പണി കഴിഞ്ഞ് ഇനി നമ്മൾ ആ ഇറച്ചി ചാറ് വെച്ചിട്ടില്ലേ, നമ്മൾ മട്ടൻ കുളമ്പ് കറി, ആ ഇതിലേക്ക് ഇത് നല്ലോണം കുറച്ചൊന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ആ ഇത് ഇട്ടേക്ക്, ഈ വേവിച്ച് വെച്ച കക്കറൊട്ടി, കുഴിയപ്പം, കുളിപ്പത്തിരി, അതിട്ടിട്ട് ഒന്ന് പതപ്പിച്ച്. ഇപ്പം ചില സ്ഥലത്തെല്ലാം ഇപ്പോൾ തമിഴ്നാട്ടിലെല്ലാം അവരെന്ത് ചെയ്യണം, പച്ചങ്ങനെ ഇതിലേ ഇട്ടേക്കും, ചാറ്റിലേ ഇട്ടിട്ട് വേവിക്കും. അപ്പോൾ അത് നമുക്ക് കുറേ നേരം സിമ്മിലേ ഇട്ടിട്ട് വേവിക്കണം. ഇതാകുമ്പം നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് പിന്നെ ഇടുമ്പോൾ നമുക്ക് ഈസി പണിയാണ്. ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. കാരണം ആവിയിൽ വെന്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇളക്കിയാൽ വെന്ത് കഴിഞ്ഞ് ഇതാ പതച്ച് കഴിഞ്ഞ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് കുറച്ച് ചൂടാറി പറഞ്ഞാൽ കുറച്ച് മൊയ്പ്പ് വരും, കട്ടിയായിട്ടുണ്ട്. അതാ ചൂടാറിയപ്പോൾ കണ്ട നന്നായിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻസ് എന്താണ്ട് അറിയിക്കണം എല്ലാവരും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, ബൈ, താങ്ക് യു.